പൊട്ടിക്കാണ്ട് കയ്യിലും പിടിച്ചിട്ട് മഴയും കോലം കുത്തിയേക്കൂലേ. ഹലോ ഡിയേഴ്സ്, എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഇതൊരു ട്രാവൽ വ്ളോഗാണ് കേട്ടോ. ഞാനും ദേ എൻ്റെ കെട്ടിയവനും കൂടെ എങ്ങോട്ടാണ് പോകുന്നതെന്ന് അറിയാമോ? ഇന്ന് ചെപ്പാറയിലേക്കാണ് കേട്ടോ. പെട്ടെന്ന് വീട്ടിലിരുന്നപ്പോൾ ഒരു മൂഡ് തോന്നി അങ്ങ് ഇറങ്ങിയതാണ്. പക്ഷേ ചെറുതായിട്ട് മഴ ചാറുന്നുണ്ടായിരുന്നു. ഞാൻ കുട എടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ മഴ കൂടിയാലോ എന്ന് വിചാരിച്ച് അടുത്തുള്ള കടയിൽ കയറിയിട്ട് 2 റെയിൻകോട്ടൊക്കെ മേടിച്ച്, അതായത് നമ്മുടെ കവറില്ലേ പ്ലാസ്റ്റിക്കിൻ്റെ 100 രൂപയുടെ, അതൊക്കെ മേടിച്ച് ചെപ്പാറയിലേക്ക് പോവുകയാണ്. തൃശ്ശൂർ ജില്ലയിലെ അറിയപ്പെടുന്ന വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലൊന്നാണ് കേട്ടോ ചെപ്പാറ. വടക്കാഞ്ചേരിക്കടുത്ത് തെക്കുംകര പഞ്ചായത്തിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. തൃശ്ശൂരിൽ നിന്ന് ഏകദേശം 18 കിലോമീറ്റർ ഉണ്ടാവും കേട്ടോ ചെപ്പാറയിലേക്ക്. അവസാനം ഞങ്ങൾ ചെപ്പാറയിലെത്തി. അവിടെ ചെപ്പാറ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ കാണുന്ന ഇതിലൂടെയാണ് കേട്ടോ കയറേണ്ടത്. 2 വശത്തുകൂടെയും കയറാൻ പറ്റും. പക്ഷേ ഈ സ്ഥലത്തൂടെയാണ് എല്ലാവരും കയറി പോകുന്നത്. ഈ റെയിലിങ്ങുകൾ വഴിയിട്ടുള്ള കയറ്റം വലിയ പാടൊന്നുമില്ല കേട്ടോ. റെയിലിങ്ങുകൾ സ്ഥാപിച്ചിട്ടുള്ളത് കാരണം നമുക്ക് അതിലൂടെ പിടിച്ച് സുഖമായിട്ട് മുകളിലേക്ക് കയറി പോകാൻ പറ്റും. നമുക്ക് കാണുമ്പോൾ കുറച്ചൊക്കെ പേടി തോന്നും. പിന്നെ മഴയായതുകൊണ്ട് ചെറിയൊരു ടെൻഷനാണ്, നമുക്ക് തെന്നി പോകുമോ എന്നൊക്കെ ഉള്ളത്. പക്ഷേ വലിയ കുഴപ്പമൊന്നുമില്ല. അതായത് നല്ല സുഖമായിട്ട് ഞാൻ കയറി കേട്ടോ. അടിപൊളിയാണ്. ഗൈസ്, ചെറുതായിട്ടൊന്ന് പാളിയിട്ടുണ്ട്. ചെപ്പാറ കാണാൻ വന്നതാ, പക്ഷെ സാരില്ല, എന്തെങ്കിലും വേറെ പല സാധനങ്ങളും ഉണ്ട്. കണ്ടോ, പ്ലാസ്റ്റിക്കിൻ്റെ കവറൊക്കെ ആയിട്ടാണ് ഗൈസ് ഞങ്ങൾ വന്നിരിക്കുന്നത്. എങ്ങനെയാണെങ്കിലും ഇന്ന് ചെപ്പാറ കണ്ടിരിക്കും. മഴ നനഞ്ഞിട്ടാണ് ഇതിന് വേണ്ടി ചെപ്പാറ കാണും. ഗൈസ്, മുനിയറയാണ് കേട്ടോ ഇത്. ഇതിനകത്ത് എവിടെയാണ് മുനിയറ? നമ്മളെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചെപ്പാറ വരുമെങ്കിലും മുനിയറ ഏതാണ് എന്ന് ശ്രദ്ധിച്ചിട്ടില്ല. ഇപ്രാവശ്യം വന്നപ്പോഴാണ് കാണുന്നത്. നോക്കട്ടെ. ഋഷിമാർ ധ്യാനിച്ചിരുന്നതായി വിശ്വസിക്കപ്പെടുന്ന പുരാതന കാലഘട്ടത്തിലെ മുനിയറകളാണ് കേട്ടോ ഇത്. ചരിത്ര സംരക്ഷണത്തിന്റെ ഭാഗമായി ഈ ഗുഹകൾക്ക് ചുറ്റും വേലി കെട്ടിയിട്ടുണ്ട്. എന്തിനാ ഇനിയിപ്പോ അടി കൂടുന്നത്? കോളേജ് പിള്ളേര് ക്ലാസ് കട്ട് ചെയ്ത് വരാറുള്ള സ്ഥലം എന്നൊക്കെ ഞാനും കേട്ടിട്ടുണ്ട്. ഓ, നമ്മളെ കോളേജ് പോയി എന്നെ കണ്ടാ തോന്നും. പക്ഷേ ഈ കളവനെ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എങ്ങനെ തോന്നണ ഗൈസ്? ചളി നോക്ക്, കോളേജ് പയ്യനാ പോലും. അതുകൊണ്ട് ഇവിടെയുള്ള ആളുകളോട് അടി കൂടിയിട്ടുണ്ടെങ്കിൽ കോളേജ് പയ്യനായിട്ട് വന്നത് കാരണം പിടിക്കുന്നു. എന്തൊക്കെയാണ്, മൂത്ത് നരച്ച് കിളവനായി. അതെ, ഇവിടെ കോളേജ് കുട്ടികളൊക്കെ വരുന്നുണ്ട്, സ്കൂൾ കുട്ടികളൊക്കെ വരുന്നുണ്ടെന്നൊക്കെ പറഞ്ഞല്ലോ. അതൊന്നും കേട്ടിട്ട് ആരും വരാൻ നിൽക്കണ്ട കേട്ടോ. ഇവിടെ ഇഷ്ടംപോലെ പോലീസ് സ്റ്റേഷനും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അതുകൊണ്ട് എപ്പോഴാണ് പണി കിട്ടുകയെന്ന് പറയാൻ പറ്റില്ല. അതുകൊണ്ട് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊന്നും വന്ന് അങ്ങനെ മോശമായിട്ടുള്ള കാര്യങ്ങളൊന്നും ചെയ്യാതിരിക്കുക. നന്നായിട്ട് വന്ന് കാണുക, കണ്ട് കേട്ട് പോകുക എന്നല്ലാതെ നല്ല അടിപൊളി സ്ഥലമാണ്, അടിപൊളി വൈബാണ്. കൂട്ടുകാരുടെ കൂടെയൊക്കെ വന്ന് കാണുക കേട്ടോ. മഴക്കാലം ആയതുകൊണ്ടും മഴ പെയ്തുകൊണ്ടിരിക്കുന്ന ദിവസം ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു വളരെ കുറച്ച് ആളുകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ നമുക്ക് സുഖമായിട്ട് നടന്ന് കാണാനും നല്ല കാറ്റും നല്ല തണുപ്പും ഒക്കെ ആയിരുന്നു കേട്ടോ. ഇവിടെ നന്നായിട്ട് നടക്കാനൊക്കെ പറ്റി. അധികം തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. എനിക്ക് പൊതുവേ അധികം തിരക്കുകളോട് വലിയ താല്പര്യമുള്ള ആളല്ല കേട്ടോ. എനിക്ക് ഇങ്ങനെ എന്താ പറയുക, ശാന്തമായിട്ട് ഇതുപോലെ ചെറിയ യാത്ര, ശാന്തമായ സമയം, പ്രകൃതി ദൃശ്യങ്ങൾ എന്നിവയൊക്കെ ആസ്വദിക്കാൻ പറ്റിയവർക്ക് പറ്റിയ സ്ഥലമാണ് കേട്ടോ ഈ കാണുന്നത്. നമുക്ക് കുറേ ദൂരം നടക്കാം, കുറേ സമയം ഇങ്ങനെ ചിലവഴിക്കാം, നമുക്ക് ഇഷ്ടപ്പെട്ടവരോടൊപ്പം കുറേ നേരം ഇരിക്കാം. ഇതൊക്കെ ഭയങ്കര നല്ലൊരു കാര്യമല്ലേ? നമുക്ക് എന്താ പറയുക, നമ്മുടെ ഈ തിരക്കുകൾക്കിടയിലൊക്കെ നമുക്ക് പോയിരിക്കാനൊക്കെ പറ്റുന്ന സ്ഥലങ്ങളിലൊക്കെ നമ്മൾ പോയിരിക്കുക, കാണുക എന്നൊക്കെ ഉള്ളത് വളരെ വലിയൊരു കാര്യമാണ് കേട്ടോ നമ്മുടെ ലൈഫിൽ.
മഴക്കാലത്ത് ദാ ഇതുപോലുള്ള നീരുറവകളൊക്കെ ഇതിനകത്തോടെ ഉണ്ടാവും കേട്ടോ. ഈ പാറപ്പുറത്ത് നിന്ന് ഭയങ്കര രസമാണ് അത്. കണ്ടോ എന്തോരം ഒഴുകി പോകുന്നതെന്നുണ്ടോ, കുറേ ചെറിയ ചെറിയ ചാലുകളായിട്ട് ഒഴുകി പോകുന്നുണ്ടോ. മഴ കൂടുന്തോറും ഇവിടുത്തെ വെള്ളത്തിൻ്റെ അളവും കൂടി വരും. നല്ല രസമാണ് കേട്ടോ. അതിലേ ഒരു വണ്ടി പോകുന്നുണ്ടോ, ചെറുതായിട്ട് കാണുന്നുണ്ടോ ഗൈസ്? അവിടം വരെ വണ്ടി വരും കേട്ടോ. അതായത് ദേ ആ ഭാഗം കണ്ട വണ്ടി പോകുന്നത്, അവിടം വരെ വണ്ടി വരും. എന്നിട്ട് നമുക്ക് അതിലേ കയറി വരാം. ഞങ്ങൾ സാധാരണ അതിലെ കൂടെയാണ് കേട്ടോ വരാറ്. ഇത്തവണ നേരെ ഓപ്പോസിറ്റ്, ഞാൻ വീഡിയോൻ്റെ ഫസ്റ്റ് കാണിക്കുന്നില്ലേ, അതിലെ കൂടെയാണ് കയറി വന്നത്. നോക്ക്, അവിടെ തൊട്ട് ഇത്രയും ദൂരം മലയാണ്. അങ്ങോട്ടേക്ക് പോകാം. ചെപ്പാറ അങ്ങ് അറ്റം വരെ പാറയാണ് കേട്ടോ. രണ്ട് സൈഡിലൂടെ നമുക്ക് കയറി വരാം. അതെ, ഞാൻ ബാക്കിലുള്ള സ്ഥലം ഉണ്ടല്ലോ, അവിടെ വെച്ചിട്ട് 2 തവണ ഫോട്ടോഷൂട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഒന്ന് ജിതിൻ്റെ മീഡിയ എന്ന് പറഞ്ഞിട്ടുള്ള ഇൻസ്റ്റാഗ്രാം പേജിൽ, പിന്നെ ആരാ പ്രബിൻ ടേക്ക് 1 എന്നുള്ള എൻ്റെ ഫ്രണ്ടാണ്, അവൻ്റെ പേജിൽ ചെയ്തിട്ടുണ്ട്. രണ്ടുപേരും എൻ്റെ ഫ്രണ്ട്സ് തന്നെയാണ് കേട്ടോ. അപ്പോൾ അവരുടെ പേജ് വേണമെങ്കിൽ ഒന്ന് കയറി കണ്ടു നോക്കിക്കോളൂ. നല്ല ഫോട്ടോഗ്രാഫേഴ്സാണ് രണ്ടുപേരും. അപ്പോൾ ഫോട്ടോസ് ഞാൻ ഇതിനകത്ത് ആഡ് ചെയ്യാവേ. അടുത്ത് വരുന്നവർക്കൊക്കെ ഇരിക്കാനുള്ള സ്ഥലമൊക്കെ ഉണ്ട് കേട്ടോ. നമ്മുടെ ഈ ചെപ്പാറയെ അതിമനോഹരമാക്കി മാറ്റുന്നതിന് ഒരു പങ്ക് ഈ കുളത്തിനും കൂടെ ഉള്ളതാണ് കേട്ടോ. നല്ല രസമാണ്. ഇതിൻ്റെ നടുക്കായിട്ട് ഇതേ ഒരു കുളം, നല്ല തണുപ്പുള്ള വെള്ളമാണ് കേട്ടോ. ഞാൻ തൊട്ട് നോക്കിയപ്പോൾ ഞാൻ പിന്നെ അധികം ഇറങ്ങാനും നിന്നില്ല. നമുക്ക് അറിയില്ല എത്ര ആഴമുണ്ടെന്നൊന്നും. എനിക്ക് പിന്നെ നന്നായിട്ട് നീന്തലൊക്കെ അറിയുന്ന കാരണേ എന്താണെങ്കിലും മുങ്ങിച്ചാവും. അതുകൊണ്ട് അങ്ങനത്തെ റിസ്ക് എടുക്കാനൊന്നും ഞാൻ തയ്യാറല്ല. പിന്നെ വെള്ളം കണ്ടാൽ തന്നെ എനിക്ക് തല ഇറങ്ങും. ഗൈസ്, ഇതേ കോട വരാൻ തുടങ്ങി കേട്ടോ. നോക്ക്, കോട ഉണ്ടോ? ഒരു വടക്കാഞ്ചേരി. ഇതിൻ്റെ മുകളിൽ നിന്ന് നോക്കിയാണ്ടല്ലോ തൃശ്ശൂരും വടക്കാഞ്ചേരിയൊക്കെ നമുക്ക് സുഖമായിട്ട് കാണാൻ പറ്റും കേട്ടോ. അത്ര ഉയരത്തിലാണ് ഈ ചെപ്പാറ ഉള്ളത്. നല്ല ഭംഗിയാണ് ചുറ്റും കാണാൻ വേണ്ടി. നമുക്ക് വ്യക്തമായിട്ട് കാണാനും കഴിയും. ഇതിൻ്റെ മുകളിൽ വന്ന് നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നോക്കിക്കേ എന്ത് രസമാണെന്ന് കണ്ടോ. ആ പാറയൊക്കെ നമ്മളെ കയറി വന്ന ആ സ്ഥലത്തെത്തി കേട്ടോ. അവിടെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. എന്താണെന്ന് വെച്ചാൽ, ഇവിടേക്ക് വരുന്നവർ കൊണ്ടുപോകുന്ന പ്ലാസ്റ്റിക്കുകൾ നിങ്ങൾ തന്നെ കൊണ്ടുപോകണേ എന്നാണ്. അഭ്യർത്ഥനയാണ്, റിക്വസ്റ്റാണ്. അതുകൊണ്ട് ആരും ഒന്നും വലിച്ചെറിയാതിരിക്കുക. നമുക്ക് നടുക്കായിട്ടിരിക്കുക സ്ഥലവും ചുറ്റും പാറയും. ഇവിടെ 2 പേര് 3 പേര് അല്ലെങ്കിൽ കുറേ പേരായിട്ട് വന്നിട്ടൊക്കെ ഇവിടെ ഇരുന്ന് സംസാരിക്കുന്നതൊന്ന് ആലോചിച്ച് നോക്കിയേ. നമുക്ക് മുന്നോട്ട് നോക്കിയിട്ടുണ്ടെങ്കിൽ ഈ കാഴ്ചകളൊക്കെ കാണാം. പുറകിലും അത് തന്നെ, നമുക്ക് ചുറ്റും അത് തന്നെ കേട്ടോ. നമുക്ക് അങ്ങോട്ട് നീണ്ട് പാറ. ഞാൻ എന്താ ഇവിടെ ഇങ്ങനെ കുറേ നേരം ഇരുന്ന് കേട്ടോ. ഇവിടെ ഇരിക്കുമ്പോൾ കിട്ടുന്നൊരു സുഖമുണ്ടല്ലോ, അത് നമുക്ക് ഈ വീഡിയോ കൂടെ കാണിച്ചാലോ പറഞ്ഞാലോ ഒന്നും മനസ്സിലാവില്ല. അതവിടെ ചെന്നിരുന്ന് തന്നെ നോക്കണം. ഇങ്ങനെയുള്ള കുറേ സ്ഥലങ്ങളുണ്ടല്ലേ, ശാന്തമായ സുന്ദരമായ സ്ഥലങ്ങൾ. അതൊക്കെ പോയി കാണുക തന്നെ വേണം കേട്ടോ. മഴ നനയാതിരിക്കാൻ വേണ്ടിയിട്ടേ കാശും കൊടുത്ത് വാങ്ങിയിട്ട് 2 കൈ പിടിച്ച് പോകുന്ന കണ്ടോ. ഒരെണ്ണം എനിക്ക് ഇടാൻ വേണ്ടി തരാൻ പറഞ്ഞിട്ട് ഒന്നുപോലും തരുന്നില്ല. അത് കൈ പിടിച്ച് പോവുക. അല്ല ഗൈസ്, നമ്മളെ പണ്ട് പാടത്തൊക്കെ കിളി വരാതിരിക്കാൻ വേണ്ടിയിട്ട് കോലം കുത്തി വെക്കൂലേ, ഒരു സാധനം കളിച്ചു. അങ്ങനെ ഏകദേശം ഒരു 2-2.5 മണിക്കൂറൊക്കെ അവിടെ സ്പെൻഡ് ചെയ്തതിന് ശേഷം പയ്യെ തിരിച്ചു പോകാൻ തുടങ്ങുകയാണ് കേട്ടോ. നന്നായിട്ട് മഴ പെയ്യുന്നത് മാതിരി വരുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ പയ്യെ തിരിക്കാമെന്ന് വിചാരിച്ചു. ഇനി വീട്ടിലെത്തുമ്പോഴത്തേക്കും പാതിരാത്രിയാവും. പക്ഷേ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ താഴേക്ക് ഇറങ്ങി പോകുക എന്നുള്ളത് നമുക്ക് ഭയങ്കര വിഷമമുള്ള കാര്യമാണ്. നമുക്ക് തോന്നും അയ്യോ കുറച്ച് നേരം കൂടെ ഇരിക്കായിരുന്നു എന്ന്. ആ മേളിലോട്ട് കയറി അത്ര ഒരു സുഖം എനിക്ക് താഴോട്ട് ഇറങ്ങിയപ്പോൾ തോന്നിയില്ല കേട്ടോ. ചെറിയൊരു പേടിയൊക്കെ ഉണ്ടായിരുന്നു താഴേക്ക് ഉരുണ്ട് പോയാലോ എന്ന്. തൊട്ട് താഴെ തന്നെ ഒരു ചെറിയ ചായക്കട, അവിടെ കുറച്ച് സ്നാക്സും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. നമുക്ക് അവിടെ നിന്ന് തന്നെ ചായ കുടിക്കട്ടോ. നല്ല ചായ കിട്ടും, മിഷ്യൻ ചായ ഉണ്ട്, സാധാരണ ചായ ഉണ്ട്. അപ്പോൾ നമുക്കതൊക്കെ കുടിച്ച് പയ്യെ വർത്താനൊക്കെ പറഞ്ഞ് നല്ല സന്തോഷമായിട്ട് വീട്ടിൽ പോകാം. അപ്പോൾ ഈ തൃശ്ശൂരുള്ളവരും തൃശ്ശൂരല്ല നമുക്ക് വരാൻ പറ്റുന്നവരൊക്കെ ആണെങ്കിൽ വല്ലപ്പോഴും വന്ന ചെറിയൊരു സ്ഥലമാണ് കേട്ടോ. അങ്ങനെ ഞാൻ അങ്ങനെയല്ല പറയുന്നത്, സമാധാനമായിട്ട് ഇരിക്കാൻ ഇഷ്ടമുള്ളവർക്ക് ഇവിടെ വന്ന് ഇരുന്ന് കണ്ട് ചായയൊക്കെ കുടിച്ച് പോകാം. അപ്പം അടുത്ത വീഡിയോയിൽ അടുത്ത വിശേഷങ്ങളുമായിട്ട് കാണാം. അതുവരെ ടേക്ക് കെയർ, ബൈ ബൈ.